everyone, welcome to Spell with Dina. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് യൂസ് എന്നുള്ള വാക്കിൻ്റെ ഡിഫറെൻറ്റ് യൂസേജസ് ആണ്. അപ്പോൾ നമുക്ക് ഡെയിലി നമ്മുടെ ലൈഫിൽ ഈ യൂസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഓവർ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കാര്യം, നമുക്ക് പണ്ട് ഒരു ശീലമുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട്, ഞാൻ പണ്ട് വായിക്കാറുണ്ടായിരുന്നു, ഞാൻ പണ്ട് എഴുതാറുണ്ടായിരുന്നു, ഞാൻ പണ്ട് പുകവലിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ പണ്ട് നമുക്കൊരു ശീലം ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് യൂസ്ഡ് ടു. എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ടു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ പണ്ട് പുക വലിക്കാറുണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? പുക വലിക്കാറുണ്ടായിരുന്നു. ഇത് പറയാനായിട്ട് ഞാൻ യൂസ്ഡ് ടു എന്ന് പറഞ്ഞാല് പണ്ട് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള അർത്ഥം വന്നു. ഐ യൂസ്ഡ് ടു സ്മോക്ക്. കണ്ടോ, ഞാൻ പുക വലിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു റീഡ് ബുക്സ്. ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ പണ്ടൊരു ശീലം ഉണ്ടായിരുന്നു. ഈ യൂസ്ഡ് ടു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇപ്പൊ നമുക്ക് ആ ശീലം ഇല്ല, പണ്ടുണ്ടായിരുന്ന ഒരു ശീലത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ യൂസ്ഡ് ടു എന്ന് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അവൻ ജിമ്മിൽ പോകാറുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ പോകുന്നില്ല, പണ്ട് പോകാറുണ്ടായിരുന്നു എന്നാണ് അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചു അവൻ, ഹി. പോകാറുണ്ടായിരുന്നു എന്ന് പറയാൻ യൂസ്ഡ് ടു, ഹി യൂസ്ഡ് ടു. അവൻ ചെയ്യാറുണ്ടായിരുന്നു. എന്താ ചെയ്യാറുള്ളത്? ഗോ. ഹി യൂസ്ഡ് ടു ഗോ ടു ദ ജിം. അവൻ ജിമ്മിൽ പോകാറുണ്ടായിരുന്നു. കണ്ടോ? ഇനി അവളെ ഞാൻ എന്നും കാണാറുണ്ടായിരുന്നു. ഇത് നമുക്ക് ഒരുമിച്ച് ഇംഗ്ലീഷിലേക്ക് നോക്കിയാലോ. അവളെ, ഞാൻ. ഇവിടെ ഞാനാണ് പ്രവൃത്തി ചെയ്യുന്നത് അല്ലെ, ഞാനാണ് അവളെ എന്നും കാണാറുള്ളത്. ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ്, അതാണ് നമ്മളൊരു സെന്റൻസിന്റെ ഫസ്റ്റിൽ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഐ, ഞാൻ എന്നും ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഐ യൂസ്ഡ് ടു എന്താ ചെയ്യുന്നത്? കാണുകയാണ് അല്ലെ. അപ്പൊ ഐ യൂസ്ഡ് ടു സീ ആരെ? അവളെ. ഐ യൂസ്ഡ് ടു സീ ഹർ. എന്നും എന്ന് പറയാനായിട്ട് എവ്രി ഡേ. ഐ യൂസ് ടു സീ ഹർ എവ്രി ഡേ. ഞാൻ അവളെ എന്നും കാണാറുണ്ടായിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ക്ലിയർ? ഇനി അവൻ എന്നെ വേദനിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് വെച്ചാല് പാസ്റ്റില്, പണ്ട് അവൻ എന്നെ വേദനിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവന്റെ ഒരു ശീലം, പണ്ടത്തെ ഒരു ശീലമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ആരാ പ്രവൃത്തി ചെയ്യുന്നത്? അവൻ. അപ്പൊ ഹി, അവൻ ചെയ്യാറുണ്ടായിരുന്നു. ഹി യൂസ്ഡ് ടു എന്താ ചെയ്യാ? വേദനിപ്പിക്കുക. ഇതിനെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? നമ്മൾ ഹേർട്ട് എന്നാണ് പറയുന്നത്. ഹേർട്ട്. ഈ ഒരു വാക്ക് നമ്മൾ ഹേർട്ട് എന്ന് പ്രൊനൗൺസ് ചെയ്യും. പക്ഷെ നമ്മൾ അറിയാണ്ട് ഈ വാക്കും ചിലര് ഹേർട്ട് എന്ന് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് കുറച്ച് കൂളായിട്ട് ഹേർട്ട് എന്നാണ് പ്രൊനൗൺസ് ചെയ്യാന്ന്. പക്ഷെ ഈ വാക്ക് ഹാർട്ട് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. നമ്മുടെ ഹൃദയം, ഇറ്റ്സ് ഹാർട്ട് ആൻഡ് ദിസ് ഇസ് ഹേർട്ട്. സോ ഹി യൂസ്ഡ് ടു ഹേർട്ട് ആരെ? എന്നെ. അപ്പൊ മീ. ഹി യൂസ്ഡ് ടു ഹേർട്ട് മീ. അവൻ എന്നെ വേദനിപ്പിക്കാറുണ്ടായിരുന്നു. ഇനി എന്നും ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നു. ഇപ്പൊ ഐ തിങ്ക് ഇറ്റ് സീസൺ 6. അപ്പൊ സീസൺ 5 ആവുന്ന സമയത്ത് നമ്മൾ എന്നും ഇരുന്ന് കാണുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉപയോഗം എന്ന് പറയാനായിട്ടും നമ്മൾ യൂസ് എന്നുള്ളത് ഉപയോഗിക്കും. ഉപയോഗം, യൂസ്, ഉപയോഗങ്ങൾ, യൂസസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഈ മെഷീനിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്, ഈ മെഷീനിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ ഒരു ചോദ്യമായതുകൊണ്ട് നമ്മൾ വാട്ട് എന്നുള്ളത് ആദ്യം എഴുതണം. എന്തെല്ലാം എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയെല്ലാം എന്നാണെങ്കിൽ ഹൗ എന്ന് നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ എന്തെല്ലാമാണ്. അപ്പോൾ വാട്ട്. ഉപയോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ് അല്ലേ. ബഹുവചനമാകുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ആറാണ് ഉപയോഗിക്കേണ്ടത്. വാട്ട് ആർ ദ യൂസസ്? ഉപയോഗങ്ങൾ. വാട്ട് ആർ ദ യൂസസ് ഓഫ് എന്തിൻ്റെ? ഈ മെഷീനിൻ്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ആർ ദ യൂസസ് ഓഫ് ദിസ് മെഷീൻ? കണ്ടോ? അപ്പൊ യൂസസ് എന്ന് വെച്ചാൽ ഉപയോഗങ്ങൾ. യൂസ്ഡ് ടു എന്ന് വെച്ചാൽ എന്താണ്? യൂസ്ഡ് ടു എന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്ന ഒരു ശീലമായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ ഈ മുറി ഉപയോഗിച്ചോട്ടെ, ഇതൊരു ചോദ്യമാണ് അല്ലെ. ഉപയോഗിക്കാൻ പറ്റുമോ, എനിക്കത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. നമുക്ക് വളരെ ഫോർമൽ ആയിട്ട് പറയണം, ഒരു ഓഫീസിലൊക്കെ പറയണമെങ്കിൽ മേ എന്ന് ചോദിക്കാം. അതല്ല, നമുക്ക് കുറച്ച് കാഷ്വൽ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുന്നത് പോലെ ചോദിക്കണമെങ്കിൽ നമുക്ക് ക്യാൻ എന്നുള്ളത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം ക്യാൻ ഐ. ക്യാൻ ഐ എന്ന് വെച്ചാൽ എനിക്ക് കഴിയുമോ എന്നാണ് അർത്ഥം. ക്യാൻ ഐ ഡാൻസ്? എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുമോ? ക്യാൻ ഐ സിംഗ്? എനിക്ക് പാടാൻ കഴിയുമോ? ക്യാൻ യു സിംഗ്? നിനക്ക് പാടാൻ കഴിയുമോ? അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം കഴിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇതൊരു റിക്വസ്റ്റ് ആണ്, ഒരു അപേക്ഷയാണ് അല്ലേ. അപ്പൊ അപേക്ഷ ചോദിക്കാനായിട്ട് നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. എനിക്ക് മുറി ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ, എനിക്കിത് യൂസ് ചെയ്യാൻ കഴിയുമോ എന്ന് വെച്ചാൽ ഞാനിത് യൂസ് ചെയ്തോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ക്യാൻ ഐ ഉപയോഗിച്ചോട്ടെ എന്നാണ് അല്ലേ. അതാ നമ്മുടെ യൂസ്. ക്യാൻ ഐ യൂസ്? ഞാൻ ഉപയോഗിച്ചോട്ടെ ഈ മുറി, ദിസ് റൂം. ഈ മുറികൾ എന്നായിരുന്നെങ്കിലോ? ഈ മുറികൾ എന്നായിരുന്നെങ്കിൽ ദിസ് റൂംസ് എന്നാണോ വരിക? ഈ മുറികൾ എന്നായിരുന്നെങ്കിൽ ദീസിന് പകരം പ്ലൂറൽ ആവുമ്പോൾ ദീസ് എന്ന് വരും. ദിസിന് പകരം ദീസ് എന്ന് വരും. ദീസ് റൂംസ്, ഈ മുറികൾ. കണ്ടോ? ഇനി ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കളിച്ചു. ഇതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? അപ്പൊ ഇതിനകത്ത് ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കളിച്ചു. അപ്പൊ ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന ആള് ഞാനാണ്. അപ്പൊ സബ്ജക്റ്റ് സ്വാഭാവികമായിട്ടും ഞാൻ, ഐ. ഇനി നമുക്ക് വേർബാണ് ചേർക്കേണ്ടത്. വേർബ് എന്ന് വെച്ചാൽ ഇതിലൊരു പ്രവൃത്തി എന്താണ്? കളിച്ചു എന്നുള്ളത്. സോ ഐ പ്ലേഡ്. എന്തെങ്കിലും പ്ലേസ്ഡ് അല്ല, സോറി, ഐ പ്ലേഡ്. ഉപയോഗിച്ചുകൊണ്ട് എന്നുള്ള അർത്ഥം വരാനായിട്ട് അപ്പൊ എന്താ നമ്മൾ ഉപയോഗിക്കുക? ഉപയോഗം യൂസ് ആണ്. അപ്പൊ ഐ പ്ലേഡ് യൂസ് എന്നല്ല. ഉപയോഗിച്ച് കളിച്ചു എന്ന് വെച്ചാൽ ഉപയോഗിച്ചു കൊണ്ട് കളിച്ചു എന്നല്ലേ. ഞാൻ പേന ഉപയോഗിച്ച് എഴുതി, പേന ഉപയോഗിച്ചു കൊണ്ട് എഴുതി. അപ്പൊ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയാനായിട്ട് യൂസിങ്. കണ്ടോ? ഐ പ്ലേഡ് യൂസിങ് എന്തുപയോഗിച്ചിട്ടാ? എൻ്റെ ബുദ്ധി. അപ്പൊ മൈ. ഇവിടെ നമുക്ക് ബുദ്ധി എന്ന് പറയാനായിട്ട് നമ്മുടെ ബ്രെയിൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ മൈ ഇന്റലിജൻസ് എന്ന് പറയാം അല്ലെ. ഇന്റലിജൻസ്. ഐ പ്ലേഡ് യൂസിങ് മൈ ഇന്റലിജൻസ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് നോക്കാം. യൂസിങ് പെൻ, പെൻ ഉപയോഗിച്ച്. യൂസിങ് ബോൾ പെൻ, ബോൾ പെൻ ഉപയോഗിച്ച്. യൂസിങ് ഇങ്ക് പെൻ എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. യൂസിങ് ക്രിക്കറ്റ് ബാറ്റ്, ഐ ഹിറ്റ് ഹിം, ഞാൻ അവനെ അടിച്ചു. യൂസിങ് ക്രിക്കറ്റ് ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ചുകൊണ്ട്. സോ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയാനായിട്ട് നമുക്ക് യൂസിങ് എന്നുള്ളത് ഉപയോഗിക്കാം. ഇവിടെ ഒരു വലിയ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ലോകത്തെ മാറ്റാനായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധം വിദ്യാഭ്യാസമാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഒപ്പം പഠിക്കാം, എൻ്റെ കൂടെ പറയാം. അപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രവൃത്തി ഇവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് അല്ലെ. ലോകത്തെ മാറ്റാനായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധം
ഈ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. എഡ്യൂക്കേഷൻ. ഇനി ഏറ്റവും ശക്തമായ ആയുധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഇസ് ഉപയോഗിക്കും. ഏകവചനാവുമ്പോൾ ഇസ് ഉപയോഗിക്കും, ബഹുവചനമാണെങ്കിൽ ആർ ഉപയോഗിക്കും. അപ്പൊ എഡ്യൂക്കേഷൻ ഇസ് ഏറ്റവും ശക്തമായ ആയുധം. അപ്പോൾ ശക്തമായത്, ഏറ്റവും ശക്തമായതാണ് അല്ലെ. അപ്പൊ മോസ്റ്റ് പവർഫുൾ. ആയുധത്തിന് ഇവിടെ മാറിപ്പോകരുത്. പവർഫുൾ എന്ന് എഴുതുമ്പോൾ ഒരു എൽ എഴുതും. കണ്ടോ, പവർഫുൾ എന്ന് എഴുതുമ്പോൾ 2 L ഇല്ല. എഡ്യൂക്കേഷൻ ഇസ് മോസ്റ്റ് പവർഫുൾ ആയുധം, വെപ്പൺ. ഉപകരണം എന്നൊക്കെയാണെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ് എന്നൊക്കെയാണ് യൂസ് ചെയ്യുക. ഇവിടെ ആയുധം എന്നായതുകൊണ്ട് വെപ്പൺ. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഏറ്റവും ശക്തമായത് മോസ്റ്റ് പവർഫുൾ, ഏറ്റവും ഭംഗിയുള്ളത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഏറ്റവും അപകടകരമായത് മോസ്റ്റ് ഡേഞ്ചറസ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ. ഇങ്ങനെ ഏറ്റവും കൂടിയത് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ മുമ്പിൽ ദ എന്ന് ആഡ് ചെയ്യണം, നിർബന്ധമാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ. എങ്ങനെയുള്ളതാണ്? ലോകത്തെ മാറ്റാനായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന. അപ്പൊ എങ്ങനെ പറയാം? എഡ്യൂക്കേഷൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ യു ക്യാൻ യൂസ്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന. കണ്ടോ? 2 ലോകത്തെ മാറ്റാനായി എങ്ങനെ പറയും? ടു ചേഞ്ച്, മാറ്റുക, ചേഞ്ച് ദ വേൾഡ്. So, education is the most powerful weapon you can use to change the world. ലോകത്തെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പണാണ് എഡ്യൂക്കേഷൻ എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ മീനിങ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബെല്ലൈക്കൺ അമർത്താനും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഒരു കുഞ്ഞു ടാസ്കും കൂടെ തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കാം.